ഹായ് ഹലോ അടിപൊളി. അയ്യോ താഴെ പോയി. ലവ്ലോലിക്ക, നമ്മുടെ ഇവിടെ ലവ്ലോലിക്ക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കുറേ കിട്ടിയിട്ടുണ്ട്. മാമിയുടെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെയാണ്. നമുക്ക് ഉപ്പിലിടാമേ. ലവ്ലോലിക്ക മാത്രമല്ല കേട്ടോ, അപ്പുറത്ത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നല്ല അടിപൊളി മാങ്ങയും കുറച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടെ ഉപ്പിലിട്ട് വയ്ക്കാം നോക്കാം. അപ്പോൾ ഇത് ഇട്ട് വയ്ക്കാനേ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ. ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയപ്പോൾ ഉണ്ട്, പക്ഷെ സമയം താമസിക്കും, കുപ്പി വരാൻ ഒരുപാട് താമസിക്കും. അപ്പോൾ നമുക്ക് സമഗ്രയിൽ പോയി നല്ല ഉടയുന്ന കുപ്പി ഉണ്ടല്ലോ, അത് 2 എണ്ണം വാങ്ങിയിട്ട് വന്നിട്ട് ഉപ്പിലിട്ട് വയ്ക്കാം. പിന്നെ 2 ദിവസമായിട്ട് അകത്തുനിന്ന് ഞാൻ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം എടുത്ത് പുറത്തോട്ടാക്കിയിട്ടുണ്ട്. ഇവന്മാരൊക്കെ ഒന്ന് നനയട്ടെ എന്ന് വിചാരിച്ചിട്ട്. അല്ല ഉമ്മയെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടത്ത് സിറ്റ് ഔട്ടിലോട്ട് എടുത്ത് വെക്കും കേട്ടോ. എന്തിനാണെന്നറിയാമോ, മഴ പെയ്യുമ്പോൾ നനയും ചെയ്യും, അത്യാവശ്യം നല്ല വെയിലും ഒക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം എടുത്തൊന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളി സെറ്റാക്കിയിട്ട് നമുക്ക് കാണാം. നമുക്ക് അകത്ത് വെച്ചിട്ട് നമുക്ക് കടയിൽ പോയി കുപ്പി ഉണ്ടോ നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പള്ളിമുക്കിൽ നമ്മുടെ സമഗ്രയിലോട്ടൊന്ന് പോയി അത് വാങ്ങിയിട്ട് വരാം. എനിക്ക് പിന്നെ എന്തെങ്കിലും തോന്നിയാൽ അപ്പം ചെയ്യണം. പിന്നത്തേക്കെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഭയങ്കര മടിയാട്ടോ. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് ഈ സമഗ്ര. അപ്പോൾ ദാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. ഞാനവിടെ കിടന്നൊന്ന് കറങ്ങും കേട്ടോ. പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ നേരെ കുപ്പിയുടെ അടുത്തോട്ട് തന്നെ പോയത്. ഈ ഒരു കുപ്പിയാണ് ഞാൻ എടുത്തത്. ഇത് വലുതാട്ടോ, ഇതിൻ്റെ ചെറുത് മതിയല്ലോ, അത് മതി. പിന്നെ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്കൊരു ഇഷ്ടമല്ലേ. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ദാണ്ട് ഈ ഒരു വൈറ്റ് കാസ്ട്രോൾ, വെള്ളയും കൂടെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പം ഇനി അത് വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ തൽക്കാലം അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. ഇങ്ങനെയുള്ള കടകളിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ കൈ ആദ്യം പോകുന്നത് ഇതുപോലുള്ള കുറച്ച് സാധനങ്ങളോട്ടാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അധികം നിന്ന് കറങ്ങണ്ട എന്ന് വിചാരിച്ച് ഈ ഒരു കുപ്പി എടുത്തുകൊണ്ട് വേഗം വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ നെല്ലിക്കയൊക്കെ കഴുകി റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഉപ്പിലിടാം. അപ്പം ഞാൻ കുപ്പിയൊക്കെ കൊണ്ടുവന്ന് കഴുകി വെള്ളമൊക്കെ ചൂടാക്കി പച്ചമുളകൊക്കെ കയറി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇവിടെ ഒന്ന് കറണ്ട് പോയി. അപ്പോൾ പിന്നെ മൊത്തത്തിൽ ഇരുട്ടായി, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഉപ്പിലിട്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയതുകൊണ്ട് ഉപ്പിലിടുന്നതിനും വീഡിയോ എടുക്കാനുള്ളവരും ആ ഒരു ഇതങ്ങ് പോയി. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചില കാര്യങ്ങൾ അങ്ങനെയാണ് കേട്ടോ. ഒരു മൂഡിൽ തുടങ്ങി വരും, പിന്നെ അവസാനിക്കുന്നത് ഇങ്ങനെ കുറേ കാര്യത്തിലായിരിക്കും. എന്നാലും ഞാൻ ഇവിടം വരെയൊക്കെ ഒപ്പിച്ചെടുത്തേ. ഉപ്പൊക്കെ പിടിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കട്ടാ. എനിക്കിത് കാണുമ്പോൾ ശരിക്കും വിമല ഹൃദയത്തിൽ സ്കൂളിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അത് കഴിഞ്ഞിട്ട് വൈകിട്ട് സ്കൂൾ വിട്ടിരുന്ന സമയത്തെ 2 രൂപയ്ക്കും 1 രൂപയ്ക്കും ഒക്കെ ശരിക്കും ഇതും ഇതിന്റെ വെള്ളവും വാങ്ങിച്ച് കുടിക്കാൻ ഒരു അടി തന്നെയാണ് കേട്ടോ. എത്ര പേര് കുടിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? ശരിക്കും അടി കൂടിയൊക്കെയാണ് കുടിക്കുന്നത്. ദാഹിച്ചിട്ടൊക്കെ അല്ലേ വരുന്നത്. അപ്പൊ ഭയങ്കര അടിപൊളിയായിട്ട് ഈ സാധനം വാങ്ങിച്ചിങ്ങനെ കുടിക്കാനായിട്ട് വരും കേട്ടോ. പക്ഷെ ശരിക്കും ഇപ്പോഴും എന്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഇതിന് 2 ദിവസം ഇരിക്കട്ടെ കേട്ടോ.